കേരള സർവകലാശാലയെ സംഘപരിവാർ ഭരണകൂടങ്ങളുടെ ചുട്ടൂരങ്ങൾക്ക് വിധേയത്വപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെയും VC-ക്കെതിരെയും ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ ഇരിക്കുന്നിടത്തേറി സമരം ചെയ്യാനുള്ള ശേഷി കേരള സർവകലാശാല ഇങ്ങനെ രോഗാതുരമായ സംഘപരിവാർ ഭരണകൂടങ്ങളുടെ ആശയങ്ങൾക്ക് വിധേയത്വപ്പെട്ടു കൊടുക്കാൻ ഒരു വിദ്യാർത്ഥികളും സമ്മതിക്കില്ല. കേരളത്തിലെ വിദ്യാർത്ഥി ഹൃദയം എല്ലാ കൊല്ലവും SFIയോട് ഒപ്പം ചേർന്ന് ഈ സമരത്തിനോട് സമിതിയില്ലാത്ത സമരങ്ങളുടെ ഭാഗമാകും. ഈ പ്രതിഷേധ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി അനന്തപുരിയുടെ SFIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് SK ആദർശിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരൻ സൂചിപ്പിച്ചതാണ് നമ്മളിത് സമരം ഇവിടെ വരാനാണ് നമ്മൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മോഹൻ VC-യുടെ നേതൃത്വത്തിൽ RSSന്റെ സംഘപരിവാറിൻ്റെ ആളുകളെ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് തിരികെ കയറ്റുന്ന ശ്രമത്തിൽ നിരന്തരമായി SFI സമരത്തിലേർപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി അവരെയെല്ലാം പിൻവലിക്കാൻ വേണ്ടി യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്കെടുത്ത് കളയുവാൻ വേണ്ടി ഈ രാജ്യത്തിനകത്തെ ഭരണകൂടം അല്ലെ ഈ കേരളത്തിനകത്തെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ RSSന്റെ ആളുകളെ തിരികെ കയറ്റുവാനും RSSന്റെ VC-മാരെ നിയമിച്ചുകൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ സമരമാണ് SFI നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് ഈ ഹാളിനകത്ത് പരിപാടിക്ക് സംസാരിക്കുന്ന മോഹൻ VC-യും ഗവർണറും ഒന്ന് കാണേണ്ടത്, ഞങ്ങൾ ഇന്ന് ഇവിടെ വരുവാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾ അകത്ത് കയറി നിങ്ങൾ പരിപാടി നടത്തുന്ന മൈക്കിന് മുന്നിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചാൽ SFI ആ പ്രതിഷേധം നടത്തിയിട്ടേ ഞങ്ങൾ പോകും. അത് എത്ര പോലീസിനെ ഉപയോഗിച്ചാലും എന്തിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചാലും SFI നടത്താൻ തീരുമാനിച്ചുള്ള സമരം നടത്തിയല്ലാതെ ഒരു തരത്തിലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ജയകൃഷ്ണനെ ഏറെ ആവേശത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ പങ്കെടുക്കുന്ന ായിരിക്കുകയാണ് വേദിയിൽ. ഗവർണറുടെ പ്രസംഗമായോ? പുറത്തെ പ്രതിഷേധമൊക്കെ ഗവർണർ അറിഞ്ഞോ? സുജയ, ഇപ്പോഴും പരിപാടി ഈ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടി സെമിനാറിൽ അവസാനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുക. വേദിയിൽ തന്നെയുണ്ട് ഗവർണർ. പ്രതിഷേധം സ്വാഭാവികമായും ഗവർണർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഗവർണർ രാജ്ഭവൻ നൽകിയിട്ടുണ്ടാകും. നേരത്തെ SFI ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം സമാനമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഗവർണർ പരിപാടിക്ക് എത്തിയതും. ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റോറിയത്തിനകത്ത് പ്രതിഷേധിക്കാൻ SFI പ്രവർത്തകർ എത്തിയിട്ടുണ്ടോ എന്ന ആശങ്ക ഇപ്പോഴും പോലീസിനെ അലട്ടുന്നുണ്ട്. ഈ അകത്തുള്ള പല വിദ്യാർത്ഥികളെയും അവരുടെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ പോലീസ് പലവട്ടം പരിശോധിച്ചിരുന്നു. ഏതെങ്കിലും SFI പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവർ പിന്നീട് ഗവർണർ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ പ്രതിഷേധിക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് അരുൺ സോളമനിലേക്ക് കൂടി പോകാം. അരുൺ സോളമൻ, പുറത്ത്, അതായത് കവാടത്തിന് പുറത്ത് കൂടുതൽ പ്രവർത്തകർ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണോ മുദ്രാവാക്യം വിളികളുമായി? സുജയ, തീർച്ചയായിട്ടും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 11:45 ആരംഭിച്ച ഈ പ്രകടനമാണ് ഇപ്പോൾ സെനറ്റ് ഹാളിൻ്റെ ഈ സർവകലാശാലയ്ക്ക് മുൻവശത്ത് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവിടെ എത്തിയപ്പോൾ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു. അതെന്താണ്? ഇത്തരത്തിൽ വലിയൊരു സന്നാഹം ഉണ്ടായപ്പോഴും നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെ എത്തി. ആ പ്രവർത്തകരിൽ പകുതിയോളം പേർ ഇപ്പോൾ ഈ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു വീഴ്ച. ഈ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അനുശ്രീ അടക്കമുള്ളവർ നയിച്ചു വന്നിരുന്ന ഈ പ്രകടന ജാഥത്തിൽ ഇപ്പോൾ ഈ അനുശ്രീ അടക്കമുള്ള നേതാക്കളാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇതിൽ എന്താണ് പോലീസിന് സംഭവിച്ചതെന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും കുറച്ച് പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുകയാണ്. 2 തവണ ഇവിടെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും വൈസ് ചാൻസലറിനും ഗവർണർക്കുമെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ്. ഇതിൽ ഇന്ന് നടക്കുന്ന സംസ്കൃത സെമിനാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിയാലോചിച്ചെടുത്ത തീരുമാനമല്ല, ചട്ടവിരുദ്ധമായിട്ടാണ് ഈ സെമിനാർ നടക്കുന്നതെന്നുള്ളത് തന്നെയാണ് ഈ SFIക്കാരുടെ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ, അതിലെ ഈ സെനറ്റ് യൂണിയനിലുള്ള അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി അവർ ഈ ഘട്ടത്തിൽ ഉയർത്തുകയാണ്. ഇതിൽ വൈസ് ചാൻസലറിനെതിരെ രൂക്ഷ
രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസം അടക്കം അഡ്വക്കേറ്റ് ജി മുരളീധരൻ അടക്കമുള്ളവർ ഉന്നയിച്ചത്. ഇതിൽ ഈ ഇത്തരത്തിലൊരു സെമിനാർ നടക്കുമ്പോൾ എന്തുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം SFIയുടെ ഭാഗത്തു നിന്നുണ്ട്. മാസത്തിൽ 10 ദിവസം പോലും വൈസ് ചാൻസലർ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നില്ല, സർവകലാശാലയിൽ എത്തുന്നില്ല, സെനറ്റ് കൂടുന്നില്ല. അത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിൽ അക്കാഡമിക് കൗൺസിൽ പോലും കൂടാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനും കളങ്കപ്പെടുത്താനുമാണ് വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഗവർണറും ഒരുപോലെ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ മുന്നോട്ട് പോയിരിക്കുന്നു. അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് SFI പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പക്ഷേ അതേസമയം സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ വിളിച്ചു ചേർത്ത് ഒരു യോഗം വിളിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മോഹൻ കുന്നുമേൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. പക്ഷേ ആ യോഗത്തിൽ 3 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഇവരെ വിവരം അറിയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് വൈസ് ചാൻസലർ 10 ദിവസം മാത്രം ഇവിടെ ഉണ്ടാകുന്നു, ബാക്കിയുള്ള ദിവസങ്ങൾ അദ്ദേഹം എവിടെയാണെന്നുള്ള ഒരു ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പ്രധാനമായും ഫിനാൻസ് കമ്മിറ്റിയെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ വലിയൊരു അന്താരാഷ്ട്ര സെമിനാർ, അതും സംസ്കൃത വിഭാഗത്തിൻ്റെ ഒരു സെമിനാർ ഇവിടെ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഫിനാൻസ് കമ്മിറ്റിയെ പോലും അറിയിച്ചില്ല? വൈസ് ചാൻസലർ സ്വന്തം ഇഷ്ടപ്രകാരം തുകകൾ വകമാറ്റുന്നു എന്ന അടക്കമുള്ള അഴിമതി അടക്കമുള്ള ആരോപണങ്ങളാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഈ സെമിനാർ നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം പുറത്ത് സർവകലാശാലയുടെ പുറത്ത് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്.